ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 26-ാം ഭാഗം, ചവക്കപ്പെട്ട ഭ്രൂണം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബീജസങ്കലനം മുതൽ ഒരു ശിശുവിൻ്റെ ജനനം വരെ, പ്രസവം വരെയുള്ള സൃഷ്ടിപ്പിലെ അതിസങ്കീർണ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ വിശദീകരണം വളരെ ഗൗരവത്തോടുകൂടി ഇനിയും കൂടുതൽ പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിലെ കുട്ടിയുടെ വളർച്ചയുടെ വിവിധങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ഖുർആനിക പരാമർശങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നത്. നുത്ഫത്തുൻ അംഷാജ് അഥവാ സ്ത്രീയുടെ ബീജവും പുരുഷൻ്റെ ബീജവും കൂടിച്ചേർന്ന നുത്ഫ ഘട്ടം. ആ നുത്ഫ അള്ളാഹു സ്ത്രീയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ വയറ്റിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഭദ്രമായി നിക്ഷേപിച്ചു. പിന്നീട് ആ ഭ്രൂണം മാതാവിൻ്റെ ഗർഭാശയ ഭിത്തിയിൽ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലായി മാറി. അതാണ് അലക്കാഘട്ടം എന്ന് പറയുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുക. സൂറത്തുൽ മുഅ്മിനൂൻ 14-ാമത്തെ ആയത്ത്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നുത്ഫത്തിനെ അലഖത്താക്കി മാറ്റി എന്ന കാര്യം. തുടർന്ന് അല്ലാഹു പറയുന്ന ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. ആ ഒട്ടിപ്പിടിക്കുന്ന അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ആ മാംസവസ്തുവെ നാം മുദ്ഗത്താക്കി മാറ്റി. ഇതിന് സാധാരണ നാം നൽകാറുള്ള പരിഭാഷ തുടർന്ന് നാം ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി മാറ്റി എന്നാണ്. എന്നാൽ ഇതിൻ്റെ സൂക്ഷ്മവും കൃത്യവുമായ പരിഭാഷ ഇങ്ങനെയാണ്: ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. തുടർന്ന് നാം അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഈ ഭ്രൂണത്തെ ചവച്ചരക്കപ്പെട്ട വസ്തുവാക്കി എന്നാണ്. മുദ്ഗത്താക്കി എന്നതിന് അതിൻ്റെ ശരിയായ വാക്കർത്ഥം വെച്ചുകൊണ്ടുള്ള പരിഭാഷ ചവച്ചരക്കപ്പെട്ട വസ്തുവാക്കി എന്നാണ്. മുദ്ഗത്ത് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ഡിക്ഷണറികളിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ പരിശോധിച്ച് നോക്കുക. ചവച്ച വസ്തു എന്നാണ് മുദ്ഗത്ത് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം. ച്യൂ എന്ന് അല്ലെങ്കിൽ ചവക്കൽ എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം കാണും. മലഗ എന്ന് പറഞ്ഞാൽ, മലഗ എന്നുള്ളത് വെർബാണ്. മലഗ എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നാണ് അർത്ഥം. ഡിക്ഷണറികളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ലാക്കഹു ബിലിസാനിഹി വ അസ്നാനിഹി, തൻ്റെ നാവുകൊണ്ടും പല്ലുകൊണ്ടും ചവച്ചരച്ചു. അദാറ ഷൈഅൻ ഫീ ഫമിഹി, ഒരാൾ അയാളുടെ വായിലിട്ടിട്ട് ഉരുട്ടി. വലാക്കഹു ബി അസ്നാനിഹി, പല്ലുകൊണ്ട് ചവച്ചു എന്നാണ് മലഗ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് ഡിക്ഷണറികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഭ്രൂണം 26-27 ദിവസം കഴിഞ്ഞ, അതായത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം 27 ദിവസമായി കഴിഞ്ഞാൽ ചവച്ചു തുപ്പിയ ഒരു ഇറച്ചി കഷ്ണമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഭൗതികമായ ആകൃതി. അല്ലെങ്കിൽ ഒരു ച്യൂയിംഗം നമ്മൾ ചവച്ചു തുപ്പിയാൽ എങ്ങനെയുണ്ടാകും, അതുപോലെയാണ് ഗർഭപാത്രത്തിലെ ഈ 27-28 ദിവസമായ ഭ്രൂണത്തിൻ്റെ രൂപം. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതലത്തിൽ പല്ല് കടിച്ച അടയാളം പോലും ഉണ്ടാകും. നമ്മളൊരു ഇറച്ചി കഷ്ണം വായിലിട്ട് ചവച്ച് പുറത്തെടുത്താൽ
ആ ഇറച്ചി കഷ്ണത്തിൽ നമ്മളുടെ പല്ലിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമല്ലോ, അതേ രൂപത്തിൽ പല്ലിൻ്റെ അടയാളങ്ങൾ പോലുള്ള രൂപത്തിലാണ് ഈ ഭ്രൂണത്തിൻ്റെ അലക്ക് കഴിഞ്ഞിട്ടുള്ള മുളുകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഭ്രൂണത്തിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ നുത്ഫ അലക്ക ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ മുളുക ഘട്ടം, അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഘട്ടത്തിന് ശേഷം വരുന്ന ഈ ഘട്ടമാണ് ചവച്ചരച്ച ഘട്ടം എന്ന് പറയുന്നത്. ചിത്രം നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാകും. ثم خلقنا النطفة علقة فخلقنا العلقة مضغة. പിന്നെ നാം ആ നുത്ഫയെ അഥവാ ഭ്രൂണത്തെ, ആ സീക്താണ്ഡത്തെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അട്ടയെപ്പോലുള്ള ഒരവസ്ഥയിലാക്കി. എന്നിട്ട് ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ, ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അട്ടയെപ്പോലിരിക്കുന്ന ആ വസ്തുവിനെ പിന്നെ ചവച്ചരച്ച വസ്തുവെ പോലെയാക്കി, അല്ലെങ്കിൽ ചവച്ചരച്ച ഒരു വസ്തുവാക്കി. ശരിക്കും ഒരു ചവച്ച ഇറച്ചി കഷ്ണത്തിൻ്റെ അതേ രൂപത്തിലാക്കി എന്നർത്ഥം. ഖുർആനിൽ ഭ്രൂണത്തിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ വിശദീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പുറത്തേക്ക് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ കാണുന്ന ആ ബാഹ്യരൂപം, പുറത്തേക്ക് കാണുന്ന രൂപം, അല്ലെങ്കിൽ മോർഫോളജിക്കൽ അപ്പിയറൻസ് എന്ന് പറയാവുന്ന ആ ഒരു പുറത്തേക്ക് കാണുന്ന രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് ഖുർആൻ ഈ ഘട്ടങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രസിദ്ധനായ ഭ്രൂണശാസ്ത്രജ്ഞനാണ് കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റി അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ചെയർമാനായ ഡോക്ടർ കീത്ത് മോർ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആനിക പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അദ്ദേഹം അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, തൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഈ ഖുർആൻ സൂക്തങ്ങളുടെ വിവർത്തനങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ഭ്രൂണശാസ്ത്ര ഘട്ടങ്ങളുടെ പരാമർശങ്ങൾ ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ, ആധുനിക മെഡിസിനിൽ നടന്നിട്ടുള്ള എല്ലാ ഗവേഷണങ്ങളുമായി 100% എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പരസ്പരം യാതൊരുവിധ വൈരുദ്ധ്യങ്ങളുമില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ട്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുകയുണ്ടായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മെഡിക്കൽ ബുക്കാണ് ദി ഡെവലപ്പിംഗ് ഹ്യൂമൻ അഥവാ വികസിക്കുന്ന മനുഷ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. അതിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുടെ കൂടി വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പരിഷ്കരിച്ച് 1882 അതിൻ്റെ 3-ാം പതിപ്പ് പുറത്തിറക്കി. ഭ്രൂണത്തിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെ ചിത്രവും, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അട്ടയുടെ ചിത്രവും ചുയിങ്കത്തിൻ്റെ ചിത്രവുമൊക്കെ അദ്ദേഹം ചിത്രങ്ങളായി അതിനോട് ചേർത്ത് വെച്ച് തൻ്റെ പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ഖുർആനിലെ ഓരോ വാക്കുകളും എത്രമാത്രം കൃത്യവും അത്ഭുതകരവുമാണ് എന്ന് നോക്കുക. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ, പിന്നെ ആ ഭ്രൂണത്തെ നാം ഒട്ടിപ്പിടിക്കുന്ന അട്ടയെപ്പോലുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റി. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ, പിന്നീട് ആ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിനെ നാം ചവച്ചരച്ച ഒരു വസ്തുവാക്കി മാറ്റി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഗർഭാശയത്തിലുള്ള അതിസൂക്ഷ്മമായ വളർച്ചയുടെ എത്ര കൃത്യമായ ഘട്ടങ്ങളാണ് അള്ളാഹു വരച്ചു കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.